إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين. ഏറെ ബഹുമാനമുള്ള നണ്ടോ പരിസത്തിലെ വിശ്വാസികളായിരിക്കരെ സഹോദരങ്ങളെ സഹോദരിമാർ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണുണ്ടോ. എന്നോടും നിങ്ങളെല്ലാവരോടും ആദ്യമായി ഞാൻ ഉണർത്തരെ ഉത്ബോധിപ്പിക്കരെ റബ്ബു സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ പവിത്രമായ മാസത്തിലെ 2ാമത്തെ പത്തിലൂടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മാസം റമദാനിൽ ലോക ചരിത്രം നാം പരിശോധിച്ചാൽ ഒരുപാട് ഐതിഹാസികമായ സംഭവങ്ങൾക്ക് ഈ റമദാൻ സാക്ഷ്യം വഹിച്ചു.
ഇസ്ലാമിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബദർ യുദ്ധം അത് ഇതുപോലത്തെ ഒരു റമദാനിലാണ്. അത് തന്നെ റമദാനിലെ രണ്ടാമത്തെ പത്തിലെ ഒരു 17 അന്നത്തെ പകലിലാണ് ഉണ്ടായത്. മക്ക ജയിച്ചടക്കിയ ഫത്ഹ് മക്ക എന്ന പേരറിയപ്പെടുന്ന ആ യുദ്ധവും ഉണ്ടായത് ഇതുപോലത്തെ ഒരു റമദാനിലാണ്. അങ്ങനെ പിന്നീട് ചരിത്രം നാം പരിശോധിച്ചാൽ ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് വിജയം കൈവരിച്ച ഒരുപാട് യുദ്ധങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാസം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഇസ്ലാമിലെ ഒന്നാമത്തെ യുദ്ധം ലോക ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചതായിട്ട് ബദർ യുദ്ധം. ആ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ബദർ യുദ്ധത്തിൻ്റെ ലക്ഷ്യം? ആ ബദർ യുദ്ധത്തിലൂടെ മുസ്ലിമീങ്ങളായി നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്തിന്, സന്ദേശം എന്തിന്, പൈഗാം എന്തിന്? ഇതാണ് നമുക്ക് കുറഞ്ഞ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മനസ്സിലാക്കുന്നുള്ളത്. ഹിജ്റ 2-ാം വർഷം റമദാൻ 17 ഒരു വെള്ളിയാഴ്ചയായിരുന്നു ബദർ യുദ്ധം ഉണ്ടായത്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. കാരണം നമുക്കൊക്കെ കാണാം, നാം ഇന്നൊക്കെ ചരിത്രത്തിലൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, യുദ്ധങ്ങളൊക്കെ മാസങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. അതിലാക്കട്ടെ മരിച്ചു പോവരാണോ 10,000 ലക്ഷങ്ങളാണ്. എന്നാൽ ഇസ്ലാമിലെ ഒന്നാമത്തെ യുദ്ധം ബദർ യുദ്ധമുണ്ടായതോ വർഷങ്ങൾ നീണ്ടു നിന്നറ ഇല്ല, മാസങ്ങൾ നീണ്ടു നിന്നറ ഇല്ല, ദിവസങ്ങൾ നീണ്ടു നിന്നറ ഇല്ല, ഒരു പകലിലെ പകുതിയോളം മാത്രം. അതോടുകൂടി ബദർ യുദ്ധം തീർന്നു. ഒരു പകലിലെ പകുതിയോളം മാത്രം നീണ്ടു നിന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാകട്ടെ 100 കീഴുവേണ്ട 100 താഴെ ഉള്ളതായിരിക്കുന്ന ആളുകളാണ്. അതാണ് ലോക ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വലമായ ഒരു യുദ്ധം ബദർ യുദ്ധം എന്ന് പറയുന്നത്. ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതായ മുസ്ലിമീങ്ങൾ അങ്ങോ ഏറ്റവും ഉന്നതരായ വിഭാഗമാണ്. അതേപോലെ തന്നെ ആ ബദർ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ മാലാഖമാർ പങ്കെടുത്തിട്ടുണ്ട്. അവർ വാനലോകത്തിൽ ഏറ്റവും ഉന്നതരായ ആളുമാരായിരിക്കണം. ഭൂമിയിൽ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ആരാണ്? ബദരീങ്ങളാണ്. വാനലോകത്ത് മാലാഖമാരുടെ ഇടയിൽ ഏറ്റവും ഉന്നതരായ ആളുമാരാരാണ്? ഈ ബദറിൽ പങ്കെടുത്തതായിട്ട് മാലാഖമാരാണ്. ബദരീങ്ങൾ ആരാണ്? ഈ ബദരീങ്ങൾ എന്ന് ചെന്നെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ നബിയുടെ ഒട്ടിಗೆ ആ ബദർ യുദ്ധത്തിൽ വന്ന ഏകദേശം 313 സഹാബികൾക്കായിട്ട് ബദരീങ്ങൾ എന്നറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങളുടെ ഒരു നേതാവാണ്. നബിയും ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം മറ്റു മുസ്ലിമീങ്ങൾക്കില്ലാത്ത സ്ഥാനം അവർക്ക് അല്ലാഹു തആല നാളെ പരലോകത്ത് അവന്റെ സ്വർഗപൂങ്കാവനത്തിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഐഹിക ലോകത്തും അവർ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. എല്ലാ റമദാനിലും 2-ാമത്തെ 17 വരുമ്പോൾ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ ആ ബദരീങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. അവർ ചെയ്ത ത്യാഗം, അവരുടെ വിശ്വാസ ആദർശം, അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ ഇറങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ 17 വരുമ്പോൾ ഓരോ സത്യവിശ്വാസിയും സ്മരിക്കുന്നു. എന്നിട്ട് അത് ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു.
ഇവിടെ നാം മനസ്സിലാക്കണം, ഇസ്ലാം യുദ്ധത്തിന് ഒരിക്കലും പ്രോത്സാഹനം നൽകുന്നില്ല. ഇത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാം എങ്ങനെ സമാധാനത്തിന്റെ മതമോട്ട് ചൊല്ലുന്നത് സാധിക്കും? ഇസ്ലാം യുദ്ധത്തിന്റെ മതമല്ലേ എന്ന് ഇസ്ലാമിനെ വിമർശിക്കരുതായിട്ടിക്കര ആളുമാർ ചൊല്ലുന്ന ഒരു പഴക്കമായിട്ടിരിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഇസ്ലാം യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്നില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ്. അത് പഠിപ്പാട്ടുള്ളത് സമാധാനത്തോടു കൂടിയുള്ള മതപ്രബോധനമാണ്, പ്രചരണമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഒരിക്കലും അങ്ങോട്ട് യുദ്ധം ചെയ്യണതോ ഇസ്ലാം ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല. ഒരിക്കലും ഇങ്ങനെ ഒരു ബദർ യുദ്ധം ഉണ്ടാകണോട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല, അങ്ങനെ വിചാരിച്ചിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ പിടിയുള്ള കാര്യമല്ലേ, അല്ലാഹുവിന്റെ റസൂലുകളുടെ നബുവത്തും റിസാലത്തും കിട്ടിയിട്ട് 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കളിച്ചു കൂട്ടി. 13 വർഷക്കാലം. ഈ 13 വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഏർപ്പെട്ടിട്ടില്ല, ഒരു കലഹത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഏർപ്പെട്ടിട്ടില്ല. 3 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്തു. പിന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശം വന്ന് അതിനെ പരസ്യമാക്കുന്നുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പരസ്യമാക്കുക, പബ്ലിക്കാക്കുക. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും നാട്ടുകാരും എല്ലാം ശത്രുക്കളായിട്ട് മാറുന്നത്. പിന്നെ അസഹ്യമായിട്ടിക്കരെ മർദ്ദനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുന്ന് വിശ്വസിച്ചതായിട്ടിക്കരെ സഹാബാക്കൾക്കും എല്ലാം തന്നെ അവർ കൊടുത്തത്. താങ്ങാനാവാത്ത മർദ്ദനങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും മദീനയിലേക്ക് പലായനം ചെയ്യരുത്. ആ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തന്റെ കുടുംബം, തന്റെ സമ്പത്ത്, ആരൊക്കെ ആ ഹിജറ പോയാറോ പലായനം ചെയ്താറോ അതെല്ലാം മക്കയിൽ വിട്ടിട്ടാണ് അങ്ങ് പോയത്. മദീനയിലേക്ക് എത്തിയതിന്റെ ശേഷവും നബിരെയും സഹാബത്തിനെയും സ്വസ്ഥമായ നിലക്ക് അവിടെ ജീവിക്കണതോ ഈ ഖുറൈശികൾ, ഈ മുശ്രിക്കുകൾ സമ്മതിക്കുന്നത് തയ്യാറാകാത്ത സാഹചര്യത്തിലായിട്ട് ഇങ്ങനെ ഒരു ബദർ പോരാട്ടം ഉണ്ടാകരുത്. അത് നാം മനസ്സിലാക്കണം. അപ്പൊ ബദർ യുദ്ധമുണ്ടായത് എന്തിനു വേണ്ടിയായിട്ട്? ഒരിക്കലും ഒരു രാഷ്ട്രം പിടിച്ചെടുക്കുന്നത് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിലെ സമ്പത്ത് കൊള്ളയെടുക്കുന്നത് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു മതത്തെ അടിച്ചേൽപ്പിക്കുന്നത് വേണ്ടിയല്ല ബദർ യുദ്ധമുണ്ടായത്. ഇവിടെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള, ആരാധനക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതിന് വേണ്ടിയായിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തുക്കും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള ആ ഫ്രീഡം അതവർക്കുണ്ടായിരുന്നില്ല. ആരാധനാ സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. ആദർശം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പൗര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വിശ്വാസ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇത് നേടിയെടുക്കുന്നത് വേണ്ടി ഉത്തരനിലക്ക് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു ബദർ രണാങ്കണത്തിൽ ഇറങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് ബദർ യുദ്ധത്തെ പറ്റി നാം പറയുന്നത്. കേവലം 300 ചില്ലാനം സഹാബികൾ നോമ്പ് പിടിച്ച് വിശന്നൊട്ടിയ വയറുമായിട്ട്, അവരുടെ കയ്യിൽ ഭക്ഷണമില്ല, വേണ്ടത്ര വാഹനമില്ല, തികച്ചും നിരായുധരായിട്ടിക്കരെ ഒരായുധവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സാധാരണ അറബികളുടെ കയ്യിൽ അവരുടെ സ്വന്തം തടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വാളുണ്ടാകും, അതെപ്പോഴും ഓരോ കയ്യിലുണ്ടാകും. ഇതല്ലാണ്ട് വേറെ ഒരു പറയത്തക്ക വാഹനങ്ങളോ ആയുധങ്ങളോ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു ആയുധം എന്തെന്ന് ചെന്നെങ്കിൽ
വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിലുള്ള പ്രതീക്ഷ മാത്രമാണ്. റബ്ബിലുള്ള പ്രതീക്ഷ മാത്രമായിരുന്നു, അല്ലാഹുവിനുള്ള ഭരവസ മാത്രമായിരുന്നു. ഇത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ ബാധ്യതയായിട്ടിരിക്കുകയാണ്. അത് എന്ത് വേണം? മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതും അല്ലാഹു തആല ചൊല്ലുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാകണം. അള്ളാഹ്ക്ക് നമ്മുടെ സഹായം ആവശ്യമില്ല. അള്ളാഹു നിരാശ്രയനായിട്ടിക്കറ, പരാശ്രയരഹിതനായിട്ടിക്കറ അള്ളാഹു. പിന്നെ അള്ളാഹുവിനെ സഹായിക്കുന്നുണ്ട് ചൊല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികൾ, അള്ളാഹുവിന്റെ ദീനിനെ മതത്തിനെ സംരക്ഷിക്കുന്നവർ നിങ്ങളാകണം. അങ്ങനെ നിങ്ങൾ ഇൻ തൻസുറുല്ലാഹ്, ഇതൊക്കെ ഒരേ രീതിയിൽ മനസ്സിലാക്കണം നമ്മൾ. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നുണ്ടായെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിക്കുന്നുണ്ടാണെങ്കിൽ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹു തആല സഹായിക്കും. ഉറപ്പാണ്. അത് ഉറപ്പോട് കൂടിയാണ് അല്ലാഹു തആല ചൊന്നത് സൂറത്തുൽ ഹജ്ജിൽ, വലയൻസുറുന്നല്ലാഹ മൻ യൻസുറു. അല്ലാഹു തആല തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് താക്കീതോട് കൂടി അല്ലാഹു തആല ചൊല്ലുന്നു. അങ്ങനെ ഈ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ എങ്കാലും അല്ലാഹു തആല സഹായിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ സോപ്പാക്കണതോ നിങ്ങളെ പരാജയപ്പെടുത്തണതോ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു രാഷ്ട്രത്തിനും സാധ്യമല്ല, ഒരു പാർട്ടിക്കും സാധ്യമല്ല, ഒരു ആഡളിത വർഗത്തിനും സാധ്യമല്ല, ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല. എപ്പോ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ. ഇവിടെ അതാണ് സംഭവിച്ചത്. കാരണം ഈ ബദരീങ്ങൾ ആരോടാണ് നേരിടാൻ വേണ്ടി പോയത്? ഇവരെക്കാൾ 3 ഇരട്ടിയിൽ അധികം കണ്ടതായിരിക്കുന്ന ആളുമാരോടാണ്. 3 ഇരട്ടിയിൽ അധികമാണ്. അവർ ഏതവസ്ഥയിലാണ് വന്നത്? അഹങ്കാരത്തോടെ നിഗളിച്ചും കൊണ്ട് സർവായുധ സജ്ജരായിട്ട് ധാരാളം വാഹനങ്ങൾ അവർ ഒട്ടികളുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ ഒട്ടികളുണ്ട്, എല്ലാം ഭൗതികമായിട്ട് എല്ലാ വിഭവങ്ങളും അവരുടെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ പ്രത്യക്ഷത്തിൽ അവരെ പരാജയപ്പെടുത്തുക, അവരെ സോപ്പാട്ടുക എന്നത് അത് മനുഷ്യ കഴിവുകൾ അതീതമായ ഒരു സംഗതിയായിട്ട് ഒരിക്കലും സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം നടക്കരെ 17 ഒരു ദിവസം മുന്നത്തെ രാത്രി 2 കൈ നീട്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചത്, സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് അതിനു വേണ്ടിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്പോട്ടിൽ വെച്ച് തന്നെ അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുകയാണ്, പ്രവാചകരെ ആൾബലമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരാജയപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ആ സ്പോട്ടിൽ വെച്ച് അള്ളാഹുവിന്റെ ഉത്തരമുണ്ടായിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന് സന്തോഷ വാർത്തയായിട്ട്, പ്രവാചകരെ നിങ്ങൾ ആൾബലം കുറവാണ്, പരാജയപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല, 1000 മലക്കുകളെ ഞാനിതാ നിങ്ങൾക്ക് അയക്കാൻ പോകുന്നു. പോരെ, ഇനിയും വേണോ? 3000 മലക്കുകൾ വേണോ? അതും ഇറക്കാം. വേണമെങ്കിൽ 5000 വേണോ? അതും ഞാൻ ഇറക്കാം. സന്തോഷ വാർത്ത. ഇതൊരു സന്തോഷ വാർത്തയാണ്. എന്ന് പറഞ്ഞാൽ 1000 മലക്കുകളൊന്നും ഈ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ 1000 മലക്കുകളൊന്നും വേണ്ട. ഒരു മലക്ക് മയ്യാവും. ഒരൊറ്റ മലക്ക് അതിന്റെ 2 ചിറകിലൂടെ നടിച്ചാലും ഇവരുടെ കഥ തീർന്നു. പക്ഷേ സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയായിട്ടാണ് വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും. ഇതൊരു ബുശ്റ, ഒരു സന്തോഷ വാർത്തയായിട്ടാണ് അല്ലാഹു തആല ഈ നിലക്ക് പ്രവാചകന്റെ ആ ദുആക്ക് ഉത്തരം നൽകിയത്.
ഇത് അവർക്ക് സഹാബത്തിന് ശരിക്കും അണ്ട് രാത്രിയിൽ തന്നെ മനസ്സിലാക്കുന്നത് സാധിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹാശിസുകൾ ധാരാളമായി അണ്ടത്തെ രാത്രിയിലുണ്ടായി. അണ്ടത്തെ രാത്രി മഴയുണ്ടായി എന്നതാണ്. അത് വലിയ ഒരു അനുഗ്രഹമായി. നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആരോഗ്യങ്ങൾ ആൾബലം കുറവാണല്ലോ, ആയുധമില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് രാത്രി ഉറക്കമില്ല എങ്കിൽ പിന്നെ പിറ്റേന്ന് യുദ്ധം ചെയ്യുന്നത് പ്രയാസമായിരിക്കും. ആ മഴ കിട്ടി നല്ല ഉറക്കം അല്ലാഹു അവർക്ക് നൽകിയതാണ്. ഇതൊക്കെ സൂറത്ത് അൻഫാൽ ബദർ യുദ്ധ സംബന്ധമായി വിവരിക്കുന്ന ഒരു അധ്യായമായിട്ടിക്കര പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാൽ. സൂറത്തുൽ അൻഫാൽ അതിൽ നോക്കിയാൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തന്നു. അത് സത്യവിശ്വാസികൾക്ക് ഫേവറായി തീർന്നു, ഗുണമായി തീർന്നു. അതേ അവസരത്തിൽ മുശ്രിക്കുകൾക്ക് അത് അവഗുണമായി തീർന്നു. കാരണം എന്താണ്? മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ, ഖുറൈശികൾ നേരത്തെ വന്ന് ആ മദീനയിലെ ബദർ കണികയിലെ ആ താഴ്വരയിലാണ് ടെന്റടിച്ചത്, തമ്പടിച്ചത്. കാരണം നല്ല പൊക്കമാണ്, നല്ല മണ്ണുള്ള പൊക്കമാണ്, നല്ല ഉറപ്പുണ്ട്, അഞ്ഞി ഇഞ്ഞി ഓടൊടുക്കെല്ലാം സാധിക്കും. അങ്ങനെ നോക്കിയിട്ട് നല്ല ഞങ്ങളെ കാര്യം ഭദ്രാക്കണക്ക് വേണ്ടി അങ്ങനെ ആ കണികയുടെ താഴ്വരയിലാണ് ഇങ്ങെന്താക്കിയത്, തമ്പടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നോക്കുമ്പോൾ അവരൊക്കെ നല്ല സ്ഥലത്ത് അവർ കയ്യേറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തും കിട്ടിയത് അതിന്റെ മേൽഭാഗമാണ്. മേൽഭാഗം ചെന്നെങ്കിൽ പൊയ്യെ, മണല്, സാൻഡ്, അതിൽ നടക്കൊണ്ടുകാവുക, കാളന് അഞ്ഞഞ്ഞെതിരെ പോകും. ഈ സന്ദർഭത്തിൽ നോക്കണം അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം. രാത്രി മഴ വന്നു. മഴവരലോട് കൂടി അവർ തമ്പടിച്ച സ്ഥലം നല്ല ഉറച്ചു. അവർക്ക് തന്നെയൊക്കെ നന്നായിട്ട് അവരവിടെ ശേഖരിക്കുന്നതായിട്ട്. ഇപ്പോഴത്തെ മുശ്രിക്കുകളുടെ അവസ്ഥ എന്താണ്? ആ മണ്ണുള്ള ജാഗ കെസറായി, ചേറായി നടക്കുന്നതാകുന്നില്ല, തണ്ണി ശേഖരിക്കുന്നതാകുന്നു. നോക്കണം അള്ളാഹുവിന്റെ ഏതാനും മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനുഗ്രഹം. പിറ്റേന്ന് യുദ്ധം തുടങ്ങുകയാണ്. ആ സമയത്ത് ശത്രുക്കൾ ഒന്ന് മുസ്ലിമീങ്ങൾ നോക്കിയപ്പോ ശത്രുക്കൾക്ക് അവരുടെ ഇരട്ടിയോളമുള്ള ആളുകളായിട്ടാണ് മുസ്ലിം സൈന്യത്തെ കാണാൻ സാധിച്ചത്. അല്ലാഹു തആല ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു. അവരെ കണ്ണിലെ കണ്ടു. മലാക്കന്മാരൊക്കെ മനുഷ്യരൂപത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. ഇത് അവർക്ക് ഭയമുണ്ടായി. കാഫിറുകളുടെ ഹൃദയത്തിൽ ഭയം, പേടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്തു. ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനുഗ്രഹങ്ങളായിരുന്നു. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദറിൽ പങ്കെടുത്തതായിട്ട് സഹാബത്തിനെ അല്ലാഹു തആല സഹായിച്ചു. ഇന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കാം, എന്താണ് ഇതിലുള്ള പൈഗാമ സന്ദേശം. ഇന്ന് മുസ്ലിമീങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് അക്രമങ്ങൾ, അനീതികൾക്ക് വിധേയരാകുന്നുണ്ട്. പലരും ചോദിക്കുന്നു, എന്തേ ഞങ്ങൾക്ക് സഹായമുണ്ടാകുന്നില്ല, ഞങ്ങൾക്ക് എന്ത് സഹായമുണ്ടാകുന്നില്ല അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന്? നമ്മൾ പൂരിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ഇവിടെ ബദരീങ്ങളെ സഹായിച്ചത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ദീനിനെ അവർ സഹായിച്ചത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിൽ അല്ലാഹു തആല തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കും പോയിട്ട്. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ വത്തഖുല്ലാഹ വഅസ്ലിഹു ദഅത ബൈനികും വഅതിഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ. ഇതിൽ അൻഫാൽ ചൊന്നെങ്കിൽ ഈ ബദർ യുദ്ധത്തിൽ വിജയിച്ചതായിട്ടിക്കര സഹാബത്തുകൾക്ക് കിട്ടിയതായിട്ടിക്കര ആ സ്വത്ത് കായിട്ടിക്കര അൻഫാൽ ഇട്ടിട്ടുള്ളത്. സ്വത്ത്, സമരാർജിത സ്വത്ത്, ബൂട്ടി ഓഫ് വാർ. പിടിയിട്ടില്ല, വാറിന് കിട്ടിയതായിട്ടിക്കര ആ സ്വത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിന് അത് ഹലാലാണ്, മുമ്പുള്ളവർക്ക് അത് ഹറാമായിരുന്നു. അതൊക്കെ വേറൊരു വിഷയമാണ്. അപ്പൊ ആ വിഷയത്തിൽ ചില തർക്കങ്ങൾ, ചില ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ടായിട്ടവിടെ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാഹു തആല അവിടെ ചൊല്ലുന്നത്, തർക്കിക്കണ്ട, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ അല്ലാഹുവിനെയും റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. കാരണം അൻഫാൽ, ആ സ്വത്ത്, അത് അല്ലാഹുവിൻ്റെതാണ്, അവന്റെ റസൂലിൻ്റെതാണ്. അത് നിങ്ങളുടെ സമ്പാദനയില്ല. അപ്പൊ റസൂൽ നിങ്ങൾക്ക് എങ്ങനെ ഓഹരി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കണം. എന്നിട്ട് അല്ലാഹു തആല അവിടെ ചൊല്ലുന്നത് നിങ്ങൾ നോക്കണം, ഇന്നമൽ മുഅ്മിനൂൻ
الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. പിന്നെ മുഅ്മിനുകളുടെ ഗുണമാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. മുഅ്മിനുകളുടെ ചെന്നെങ്കിൽ ആരാ എന്നിങ്ങനെ അവരുടെ ഒരുപാട് ഗുണങ്ങൾ ചൊല്ലുന്നത്. എന്തിന്? അത് ചൊന്നിട്ടാണ് പിന്നെ അല്ലാഹു തആല ബദർ യുദ്ധത്തെ സംബന്ധിച്ച് അവിടെ പരാമർശിക്കുന്നത്. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അല്ലാഹു തആല എന്തിന് ഇങ്ങനെ ഒരു ആമുഖമായി മുഅ്മിനുകളുടെ വിശേഷങ്ങളോട് ചൊന്നത്? നോക്കൂ, ബദരീങ്ങളിട്ട് ചൊന്നെങ്കിൽ ഈ ഗുണങ്ങളുള്ള ആളുമാറായിട്ട് ഇന്ന് ലോകാവസാനം വരെയുള്ള മുസ്ലിമുകൾ മനസ്സിലാക്കുന്നത് വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ ചൊന്ന ഈ മുഅ്മിനുകളുടെ ഗുണം, ഈ ഗുണം പൂർണ്ണമായും സമ്മേളിച്ചവരായിട്ട് ബദരീങ്ങളിട്ട് ചൊന്നു. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് സഹായമുണ്ടായത്. അവർ ഈമാനിന്റെ ഉടമകളായിരുന്നു. എന്താണ് ഈമാനുള്ളവർ? ഈമാൻ ചെന്നെങ്കിൽ മുഅ്മിനുകളായിരുന്നു ബദരീങ്ങൾ എന്ന് അല്ലാഹു തആല അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈമാനിൽ ചെന്നെങ്കിൽ എന്തിന് പ്രിയമുള്ളവർ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, ആ കലിമത്തു തൗഹീദിന്റെ അത് പ്രചരിക്കണോ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നല്ലോ അവർ പോരാടിയത്. എന്നാൽ ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ, ആ ബദരീങ്ങളുടെ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണോ ഇന്ന് നമ്മുടെ സമുദായം? ഞാനും നിങ്ങളും ഓരോരുത്തരും അത് മനസ്സിലാക്കണം. ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വിശ്വാസം എന്തായിരുന്നു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ എന്റെ റബ്ബിനെ മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഒരാളെ ഞാൻ പങ്കു ചേർക്കുകയില്ല. ഈ ആദർശമാണ് ബദരീങ്ങൾ നമുക്ക് പഠിപ്പാട്ടിയത്, അല്ലേ? ഈ ആദർശമാണ്. എന്നാൽ കാലചക്രം തിരിഞ്ഞു, വിധി വൈപരീത്യം കൊല്ലട്ടെ. ആ ബദരീങ്ങൾ ഏതൊരു ആദർശമാണോ ഈ ഉമ്മത്തിന് പഠിപ്പാട്ടിയത്, അല്ലാഹുവിനെ മാത്രമാകണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ സൃഷ്ടികളെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതെങ്കിൽ, ഖേദകരമെന്ന് പറയട്ടെ, ആ ബദരീങ്ങളെ തന്നെ ആരാധിക്കപ്പെടുന്ന, ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന ദാരുണമായ അവസ്ഥയിലേക്കാണ് ഈ സമുദായം പോയത്, അല്ലേ? ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ മുമ്പിലുണ്ട്. ബദരീങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കാണ് ബദരീങ്ങളോട് സ്നേഹമുള്ളത് എന്ന് അവർ അഭിമാനിക്കുന്നു. അങ്ങനെ അവർ റമദാൻ 15 അന്ന് അവരുടെ പള്ളികളിൽ അവർ ചെയ്യുന്ന കാര്യം എന്താണ്? ബദർ ദിനം കൊണ്ടാടുക. ബദർ ദിനം കൊണ്ടാടുന്നു. എന്നിട്ട് ആ ബദരീങ്ങളുടെ പേരിൽ ആണ്ടുനേർച്ച ഉണ്ടാകുന്നു. ആ ആണ്ടുനേർച്ചയ്ക്ക് വേണ്ടി ബദരീങ്ങളുടെ പേരിൽ മൃഗങ്ങളെ ബലിയെറുക്കുന്നു. എന്നിട്ട് ആ ബലിയെറുത്ത മൃഗങ്ങളുടെ പേരിൽ അങ്ങനെ ബദരീങ്ങളുടെ പേരിൽ ആഹാരങ്ങൾ, അങ്ങനെ അതിൽ മത്സരമാണ്. ചെമ്പ് കണക്കിന് ബിരിയാണികളും മറ്റും ഉണ്ടാക്കുന്നു. ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കിക്കൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നു. ഇതാണോ? എന്നിട്ട് ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇതാണോ ബദരീങ്ങളുടെ ആദർശം? അല്ലല്ലോ. ബദരീങ്ങൾ ഏതൊരു വിഭാഗത്തോടാണോ രണാങ്കണത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്തത് അവരുടെ ആദർശമായിരുന്നത്. എന്നിട്ട് അന്ന് രാത്രിയോ ബദരീങ്ങളിൽ ശുഹദാക്കളായ ആളുമാരെ വിളിച്ചിട്ട് അവരോട് പ്രാർത്ഥിക്കുന്ന മൗലൂദുകളാണ് പാരായണം ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, 1-2 അവർ ആ മൗലൂദിൽ ചൊല്ലുന്നതായിരിക്കുന്ന വരികൾ എത്രമാത്രം അപകടകരമാണെന്ന് നിങ്ങൾ നോക്കൂ. യാ മൻ ബിഹി ഹല്ലറദാ ഓ മൻ ബിഹമ്മിൻ അകിദാ കുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദരിശ് ശുഹദാ. ഇത് പള്ളിയുടെ ഉൾഗ ദച്ചിട്ട് ബദർ മൗലിദ് എന്ന കിതാബിൽ നിന്നിട്ട് പാരായണം ചെയ്ത പദ്യങ്ങളാണ് കൂടെ. അത് അർത്ഥം എന്തിന്? യാ മൻ ബിഹി ഹല്ലറദാ, ഏ മനുഷ്യ, ആഫത്തുകൾ ഇറങ്ങിയതായിരിക്കര മനുഷ്യ, മനക്ലേശങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യ, കുൽ നാദിയം മുസ്തൻജിദാ, നീ ഇങ്ങനെ വിളിച്ച് സഹായം തേടോ. എങ്ങനെ വിളിച്ചിട്ട്? യാ അഹ്ല ബദരിശ് ശുഹദാ, ഏ ബദറിലെ ശുഹദാക്കളെ എന്നെ സഹായിക്കൂ. ചിന്തിച്ചു നോക്കി, ഇത് ബദരീങ്ങൾ വെടിപ്പാട്ടിയ ആദർശമാണ്. ബദരീങ്ങളോട്
ബദരികളെ നേരിടാൻ വേണ്ടി വന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആദർശമല്ലേ, അബൂജഹലിന്റെ ആദർശമല്ലേ ഇത്? യാ മൻ ബിഹി മുർറുൽ ബലാ, പിന്നെയുമുണ്ട് യാ മൻ ബിഹി മുർറുൽ ബലാ വലാഖ ഖൽബൻ വജില ഖുൽ മുസ്രിഅൻ മുഹർവില യാ അഹ്ല ബദരിശ് ശുഹദാ. എന്തിന്റെ അർത്ഥം? യാ മൻ ബിഹി മുർറുൽ ബലാ, കൈപ്പേറിയ വളരെ ഘോരമായിട്ടിക്കര ഭയാനകമായ പ്രയാസങ്ങൾ ഉള്ളതായിട്ടിക്കര മനുഷ്യ. വലാഖ ഖൽബൻ വജില, മാനസികമായിട്ടിക്കര ഞെരുക്കമുള്ള ഇടുക്കമുള്ള മനുഷ്യ. ഖുൽ മുസ്രിഅൻ മുഹർവില, നീ പെട്ടെന്ന് വിളിക്കൂ, നീ എന്തിനെ? യാ അഹ്ല ബദരിശ് ശുഹദാ, ഈ ബദറിലെ ശുഹദാക്കളെ എന്നെ നിങ്ങൾ സഹായിക്കൂ. സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചിന്തിച്ചു നോക്കി കൂട്ടരെ. അൻതും ലനാ ഹിസ്നുൻ ഹസീൻ മിൻ ശർരി ഇബ്ലീസിൽ ലഈൻ വകുല്ലു ബൽവാ വസ്സിനീൻ യാ അഹ്ല ബദരിശ് ശുഹദാ. അൻതും ലനാ ഹിസ്നുൻ ഹസീൻ, ബദറിലെ ശുഹദാക്കളെ നിങ്ങോട്ട് ചെന്നെങ്കിൽ ഞങ്ങൾക്ക് കോട്ടകളായിട്ടിക്കറാറ്, ഭദ്രമായ കോട്ടകളെ പോലെ ഞങ്ങൾക്ക് കാവൽ, നിങ്ങളാണ് ഞങ്ങൾക്ക് കാവൽ. മിൻ ശർരി ഇബ്ലീസിൻ ലഈൻ, ഇബ്ലീസ് ലഈൻ, ആക്ഷേപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നിങ്ങളാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടി വന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട പിശാചിന്റെ ശർറ്, ഇബ്ലീസിന്റെ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ ശർറിൽ അല്ലാഹ് ഞാൻ നിന്നോട് കാവലിനെത്തിയോടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നത് എന്താണ്? അൻതും ലനാ ഹിസ്നുൻ ഹസീൻ, ബദറിലെ ശുഹദാക്കളെ നിങ്ങളാണ് ഞങ്ങൾക്ക് കോട്ട, ഞങ്ങൾക്ക് കാവൽ നിങ്ങളാണ്. മിൻ ശർരി ഇബ്ലീസിൽ ലഈൻ, ലഈനായ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ ശർറ് നിങ്ങളെ കാക്കുന്നത് നിങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. വകുല്ലു ബൽവാ വസ്സിനീൻ യാ അഹ്ല ബദരിശ് ശുഹദാ, ഏത് ആഫത്തുകൾ ഞങ്ങൾക്ക് അകപ്പെട്ടാലും അതിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വസ്സിനീൻ, ഞങ്ങൾക്ക് തണ്ണിയില്ലാതെ മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ, ഞങ്ങൾക്ക് ബലകാലം വരുമ്പോ, ആഹാരമില്ലാതെ കഞ്ഞി കുടിക്കുന്നത് ഗതിയില്ലാതെ വരുമ്പോ ഞങ്ങൾക്ക് രക്ഷയും തുണയുമായിട്ടുള്ളത് യാ അഹ്ല ബദരിശ് ശുഹദാ, ഈ ബദറിലെ ശുഹദാക്കളെ നിങ്ങൾ മാത്രമായിട്ടിരിക്കണം. ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ബദരീങ്ങളുടെ ആദർശമാണ്. ചിന്തിച്ചൊരു സാമാന്യമായ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ അല്ലേ? പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, പ്രവാചകരെ അവരോട് നിങ്ങൾ ചോദിക്കണം. ആരോട്? ആ അബൂജഹലും കൂട്ടരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് ആകാശ ഭൂമിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് തന്നി തന്നത് ആരാണ്? ആഹാരം തന്നത് ആരാണ്? അമ്മൻ യംലികു സമഅ വൽ അബ്സാര, കണ്ണും കാതും മസ്തിഷ്കവും എല്ലാം തന്നത് ആരാണ്? ആരാണ്? കേൾക്കൂ, ആരത്തെ കേൾക്കൂ? ബദരീങ്ങൾ നേരിട്ടതായിട്ട് അബൂജഹലും കൂട്ടരോട് നിങ്ങൾ കേൾക്കൂ. അല്ലാഹു തആല ചൊല്ലു, അങ്ങ പോലും ചൊല്ലുവാർ, അങ്ങ പോലും അബൂജഹലും കൂട്ടരും ചൊല്ലുവാർ. ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹു തആല ചൊല്ലുവാർ. പിടിയില്ലേ? നമ്മൾ ആൾമാരോട് കേട്ടു നോക്കും. ബദരീങ്ങളെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവരോട് കേട്ടു നോക്കൂ. ഈ ചോദ്യം അല്ലാഹ് എന്നവർ വായിൽ വരുമോ? ഇല്ല, വളരെ വിരളമായിരിക്കും വരുന്നത്. ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നങ്ങളോട് ചുറ്റിയേക്കോറു. അധികം മകൾ തന്റെ ഉത്തരം അല്ലാഹ് എന്നായിരിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ബദരീങ്ങളുടെ ആദർശത്തിന് ഘടകവിരുദ്ധമായിട്ടിക്കരെ, അങ്ങനെ വിശ്വാസത്തിൽ ഘടകവിരുദ്ധമായ വിശ്വാസമായത് കൊണ്ടായിട്ടിക്കറെ ഈ സമുദായം ഇന്ന് അപമാനിക്കപ്പെടുന്നത്. ഇന്ന് ഈ സമുദായത്തിന് നല്ല അനീതിയും അക്രമം ഉണ്ടാകരുത്. അത് മാത്രമാണ് ഇതിന്റെ ഉത്തരം. അതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ബദരീങ്ങൾ വെട്ടിത്തെളിയിച്ച വിശ്വാസം, അവര് ഏതൊരു റൂട്ടാണോ ഏതൊരു മാർഗമാണോ നമുക്ക് കാണിച്ചു തന്നത്, ആ മാർഗത്തിലൂടെ പ്രയാണം ചെയ്താൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത്. അതാണ് ബദരീങ്ങളുടെ സ്നേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹക്കായ മുഅ്മിനുകൾ ആ ബദരീങ്ങളുടെ കാൽപ്പാടുകൾ പിൻപറ്റുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലീ വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മാർഗത്തിൽ രണാങ്കണത്തിൽ ഇറങ്ങി ധീരമായി പോരാടി വീരചരമം പ്രാപിച്ചതായിരിക്കരുത് ബദരീങ്ങൾ. അതേപോലെ തന്നെ ആ ബദറിൽ പങ്കെടുത്തതായിരിക്കുന്ന മറ്റുള്ളവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമാണ് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഹദീസിലൂടെ നമ്മൾ പഠിപ്പാടും ദുന്യാവിൽ നിന്നിട്ട് മരിച്ചു പോവരെ ആരും ദുന്യാവിലേക്ക് മടങ്ങുന്നതും ഒരിക്കലും ഇഷ്ടപ്പെടൂല. ആർക്കും ദുന്യാവിലേക്കൊന്ന് വരണം. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ദുന്യാവിൽ നിന്നിട്ട് യാത്രയാവും രണ്ടാമത് ദുന്യാവിലേക്ക് വന്നിട്ടും ഒരിക്കലും ആഗ്രഹിക്കൂല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഒരു കൂട്ടം ആളുകൾ ദുന്യാവിലേക്ക് വരണോട്ട് ആഗ്രഹിക്കുവാൻ. അതാരാണ്? അശ്ശഹീദ്. അശ്ശഹീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അത് ഷഹീദായിരിക്കും. എന്തുകാണ് ഈ ഷഹീദ് ദുന്യാവിലേക്ക് മടങ്ങോട്ട് ആഗ്രഹിക്കുന്നത്? അവൻ്റെ പെഞ്ഞായി മക്കളുടെ കൂടെ കളികൾക്ക് വേണ്ടിയാണോ? അവൻ്റെ അകയിൽ താമസിക്കാൻ വേണ്ടിയാണോ? അല്ല. ലിമാ യറാ മിനൽ കറാമത്തി ലിശ്ശുഹദാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവർക്ക് നാളെ പരലോകത്തിൽ കാണരെ ആ കറാമത്ത്, ആ ഓണർ, ആ ഡിഗ്നിറ്റി, ആ ഗൗരവം, ആ മഹത്വം അത് ഇനിയും പിന്നെ എന്നൊക്കെ കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇനിയും എന്നൊക്കെ ദുന്യാവിലേക്ക് പോയി അള്ളാഹിന്റെ മാർഗത്തിൽ നിന്നൊക്കെ പൊരുതണം, പോരാട്ടം നടത്തണം. ഈ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദുന്യാവിലേക്കുള്ള മടക്കം ഒരിക്കലും അള്ളാഹിന്റെ കരകെത്തിയാൽ ഉണ്ടാവുകയില്ലാതെ മറ്റൊരു വിഷയമാണ്. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ പരിശ്രമം, അതേപോലെ തന്നെ അതിനു വേണ്ടി അങ്ങേയറ്റത്തെ ക്ഷമ, ഇതൊക്കെ ആവശ്യമുള്ള ഒരു മാസമായിരിക്കറെ ഈ റമദാൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഭാഗത്ത് ധാരാളമായ നിലക്ക് പരിശ്രമം ഉണ്ടാകണം, ക്ഷമയുണ്ടാകണം. അതേപോലെ നമ്മുടെ വിശ്വാസം അത് അടിയുറച്ച വിശ്വാസമായി ആയിരിക്കണം. അതിലൊരിക്കലും കളങ്കം വന്നു പോകുന്നത് തീറ, ളുൽമ വന്നു പോകുന്നത് തീറ. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ഈമാനുള്ളവർ, അവരുടെ ഈമാനിൽ ളുൽമ കരുതാത്തവർ. ളുൽമുണ്ട് ചെന്നെങ്കിൽ എന്തിനാണ്ട് ഖുർആനിൽ തന്നെ അല്ലാഹു തആല ചൊല്ലുന്നു, ളുൽമുണ്ട് ചെന്നെങ്കിൽ എന്തിനാ? ഇന്ന ശിർക ലമുൽമുൻ അദീം, ശിർക്കാണ് ഏറ്റവും വലിയ ളുൽമ. അപ്പോൾ ആ ശിർക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഒരു സാഹചര്യത്തിലും കടന്നു പോകാൻ പാടില്ല. അങ്ങനെ ശിർക്ക് കലരാത്തതായിരിക്കുന്ന വിശ്വാസം ആർക്കുണ്ടോ അവർക്ക് പേടിക്കണമെന്നില്ല. ഈ ദുന്യാവിൽ അവർക്ക് നിർഭയമാണ്, ആരെയും ഭയപ്പെടേണ്ടതില്ല. അവരാണ് ശരിയായ സന്മാർഗികൾ. ഇതായിരുന്നു ബദരീങ്ങളുടെ വിശ്വാസം, ഇതാണ് ബദരീങ്ങളുടെ ഈമാൻ, ഇതാണ് ബദരീങ്ങൾ പഠിപ്പാട്ടതായിരിക്കുന്ന ആദർശം. ഈ ആദർശത്തിലായിരിക്കണം നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടത്. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉണ്ട് നമ്മുടെ പള്ളിയുടെ കലക്ഷൻ മദ്രസയ്ക്ക് വേണ്ടി ആയിരിക്കരുത്, പ്രത്യേകമായി ചൊല്ലേണ്ട ആവശ്യമില്ല. റമദാൻ മാസമാണ്, ധാരാളമായ നിലക്ക് സദക്ക ചെയ്യേണ്ട ഒരു മാസമായിരിക്കരുത്. ഹബീബായ റസൂലിൻ്റെ ഒരു സുന്നത്ത് മാതൃകയും കൂടിയാണ്. റമദാനിൽ അങ്ങേറ്റം ഉദാരനാകുമായിരുന്നു റസൂൽ. കാത്തുപോലെ, കാത്തുവേഗത്തിൽ, മന്ദമാരുതനെ പോലെ അല്ലാഹുവിൻ്റെ റസൂൽ ഈ മാസത്തിൽ സദഖ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. ഒക്കെ ഹദീസിലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മദ്രസിൻ്റെ ആ ഉന്നമനത്തിന് വേണ്ടി ഓരോരുത്തരും നിങ്ങളെ കഴിവിൻ്റെ പരമാവധി ദാനധർമ്മം ചെയ്യണം. അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനുണ്ട്. പ്രിയമുള്ളവർ, എത്രയോ മുസ്ലിമീങ്ങളിലെ നിരപരാധികളായ ആളുമാർ ബന്ധനസ്ഥരാണ്, ജയിലിൽ കഴിയുന്നുണ്ട്, അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതാനും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ
നമ്മുടെ മുസ്ലിംകളിലെ ചില നേതാക്കന്മാരൊക്കെ പിടിച്ച് ബന്ധിക്കപ്പെട്ടു. റമദാൻ മാസമാണ്, ആരും ശബ്ദിക്കൂല, ആരും പ്രൊട്ടസ്റ്റ് ചെയ്യില്ല. നോക്കണം, പരിശുദ്ധമായ മാസത്തിൽ പോലും ഈ നിലക്കുള്ള പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇന്നും ജയിലിൽ, കാരാഗൃഹത്തിൽ കമ്പികൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ സമാധാനവും സന്തോഷവും അവരുടെ കുടുംബത്തിൽ അത് സഹിക്കാനുള്ള താഴ്മയും സഹനയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്രയും വേഗത്തിൽ അവർ അല്ലാഹു തആല ആ ജയിലിൽ നിന്നിട്ട് മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ, പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഇതുവരെ നോറ്റതായിരിക്കുന്ന നോമ്പും ഇബാദത്തുകൾ അല്ലാഹു തആല പൂർണ്ണമായ നിലക്ക് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള നോമ്പുകൾ, മറ്റു ഇബാദത്തുകൾ അല്ലാഹു പൊരുത്തപ്പെടുന്ന നിലക്ക്, അല്ലാഹു സ്വീകരിക്കുന്ന നിലക്ക് നിർവഹിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.